രാഹുലെ, മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നതിന് ശേഷം മിക്ക മാധ്യമങ്ങളുടെയും താഴെക്കൂടി പോയിരുന്ന ഒരു സ്ക്രോൾ ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തി. അദ്ദേഹം പ്രത്യക്ഷമായ അങ്ങനെ അതൃപ്തി ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു അതൃപ്തി പറഞ്ഞിട്ടുണ്ടോ എന്നും അറിയില്ല. എന്തിനേറെ പറയുന്നു, അദ്ദേഹം ഭക്ഷണം കഴിക്കാനായിട്ട് മാറി നിന്നതിനെ വരെ അദ്ദേഹം അതൃപ്തിയിൽ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് വരെ മാധ്യമങ്ങൾ എഴുതിയ കാഴ്ച നമ്മൾ കണ്ടാണ്. സത്യത്തിൽ ചെന്നിത്തലയുടെ ഈ അതൃപ്തി എന്നുള്ളത് ഒരു മാധ്യമ സൃഷ്ടിയാണോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു ഓട്ട മത്സരം, അതിൽ ഓടുന്ന 3 പേർ, ആ 3 പേരിൽ ഒരാൾ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. അതിൽ വിജയിക്കാത്ത ബാക്കി 2 പേർക്കും എന്താണെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള വിഷമങ്ങളൊന്നും നമ്മൾ രമേശ് ചെന്നിത്തലയുടെ മുഖത്ത് നിന്ന് കാണാൻ കഴിയില്ല. മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എല്ലാവരോടുമായി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കുറെ ദിവസമായി നിങ്ങളിങ്ങനെ അലയുകയല്ലേ, നിങ്ങൾക്ക് ചായയോ കോഫിയോ വല്ലതും വേണോ എന്ന് ചോദിക്കുന്ന രമേശ് ചെന്നിത്തലയെ നമ്മൾ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും അതൃപ്തി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തുറന്നു പറയുന്ന ഒരാളാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയെ പറ്റി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഈ വന്ന കാലത്തോളം അദ്ദേഹം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വാക്ക് പോലും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണിട്ടില്ല. അദ്ദേഹത്തിന് ഇത്രയും വർഷമായിട്ട് ഇപ്പോ അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന് ഒരു സ്ഥാനവുമില്ലായിരുന്നു. ഈ പാർട്ടിയെ സംബന്ധിച്ച് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ലാതെ കടന്നു പോയപ്പോഴും അയാൾ ഒരു വാക്കുകൊണ്ട് പോലും പാർട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് കഴിഞ്ഞ മന്ത്രിസഭയിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്ത് വെച്ച് മാറ്റി നോക്കിക്കഴിഞ്ഞാലും രമേശ് ചെന്നിത്തലയുടെ അത്രയും വരുന്ന ആരും തന്നെയില്ല. ഇപ്പോൾ 22 വർഷം MLA ആയിരുന്ന ഒരാൾ, 14 വർഷം MP ആയിരുന്ന ഒരാൾ, 9 വർഷം പാർട്ടി പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ, അതേപോലെ ACC ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾ, ആഭ്യന്തരമന്ത്രി ആയിരുന്ന ഒരാൾ, അതിന് മുന്നിലത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരാൾ. അപ്പൊ ഇത്രയും വലിയ ക്വാളിറ്റികൾ ഉണ്ടായിട്ട് അപ്പോ എത്ര പറഞ്ഞു കഴിഞ്ഞാലും രമേശ് ചെന്നിത്തലയുടെ അത്രയും പൊസിഷനിൽ വരാൻ കഴിയുന്ന ആരും തന്നെ അതിനകത്തില്ല. VD സതീശനാണെങ്കിലും അതേപോലെ തന്നെ KC വേണുഗോപാലാണെങ്കിലും 2 പേർക്കും ആ ഒരു രീതിയിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ചെറിയ പ്രായത്തിൽ NSUന്റെ ദേശീയ പ്രസിഡന്റായിട്ട് കടന്നു വന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല. അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റായിട്ട് കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ MLA ആയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വൈഭവത്തെ ആർക്കും തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം മോശക്കാരനൊന്നും ആയിരുന്നില്ല. അന്നത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് രമേശ് ചെന്നിത്തലയെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് VD സതീശനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. പക്ഷേ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ വിഷയങ്ങളും കേരളത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ വിഷയങ്ങളായിരുന്നു. സ്പ്രിംഗ്ലർ തൊട്ടു എത്ര അഴിമതികളാണ് അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പോ ക്യാരി ബാഗിനകത്ത് സ്വർണം കൊണ്ടുവരുന്ന വിഷയമാണെങ്കിൽ പോലും എത്രയോ വിഷയങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം അപ്പുറത്തേക്ക് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്താണ് 5 മന്ത്രിമാർ MLA രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം തുറന്നു കാട്ടിയ ഒരാളാണ്. അപ്പോ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ ആദ്യമായിട്ട് കേസെടുക്കുന്ന ഒരാൾ രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിനെ അങ്ങനെ കണ്ട് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരാളൊന്നുമല്ല. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും മാധ്യമങ്ങളെ സംബന്ധിച്ച് നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരാളാണ്. എന്താണെങ്കിലും ഇതുവരെ അവര് VD സതീശന് വേണ്ടി മുറവിളി കിട്ടി. എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് അവർക്കൊരു വിവാദം ഉണ്ടാക്കണം. ഒന്നെങ്കിൽ KC വേണുഗോപാൽ അതൃപ്തനാണെന്ന് കാണിക്കണം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല അതൃപ്തനാണ് കാണിക്കണം. എല്ലാവരും കൂടെ അനുകൂലിച്ച് VD സതീശനെ മുഖ്യമന്ത്രി ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ? അവർക്ക് പിന്നെ വാർത്താ വാല്യൂ ഇല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാവരും കൂടെ അങ്ങ് പ്രഖ്യാപിച്ചു. ഇനി ഞങ്ങൾ പിന്നെ എന്തിനായിരിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ ചിന്തിക്കും, ഞങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഇടപെടണ്ടേ. അപ്പോ അവര് ഓരോ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇട്ടു കൊടുക്കും. KC വേണുഗോപാലിനോട് ഇനി ACC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമോ? ACC ജനറൽ സെക്രട്ടറി സ്ഥാനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ രാജിവെച്ചേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തേക്കാം എന്ന് പറയുമ്പോ ഇതാ KC വേണുഗോപാൽ അതൃപ്തൻ. അദ്ദേഹം പരസ്യമായി അതൃപ്തി കാണിക്കുന്നു. ACC ജനറൽ സെക്രട്ടറി സ്ഥാനം വേണമെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കാം എന്ന് പറയുന്ന സാഹചര്യം വരെ എത്തി. വായിൽ നിന്ന് മേടിക്കും. എന്നിട്ട് ഇത് കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ വിഷമം കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ വീടിന്റെ പുറകുവശത്തൂടെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നല്ല പുറത്തേക്ക് പോയത്. ഇപ്പോ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും വീടിനകത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണമെന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന് വെളിയിലോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഒരു MLA കൂടെയാണ് കേട്ടോ, അതുകൂടെ ചിന്തിക്കണം. MLAക്ക് അപ്പുറത്ത് ഈ മന്ത്രിസഭയിൽ ഇപ്പോ രമേശ് ചെന്നിത്തല അതൃപ്തി പ്രഖ്യാപിക്കുന്നു, പറയുന്നു അതൃപ്തനാണ് എന്ന് പറയുന്നു.
അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടാകും. കാരണം ഇത്രയും വലിയ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിനെ മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അതൃപ്തികളാണ്. പക്ഷേ ഇത്രയും നേരമായിട്ടും എന്തെല്ലാം അതൃപ്തി ഉണ്ടായിട്ടും അദ്ദേഹം ഒരു വാക്കുകൊണ്ടെങ്കിലും അദ്ദേഹം ഈ പാർട്ടിക്ക് മോശമായിട്ട് പ്രസ്ഥാനത്തെ തള്ളി പറഞ്ഞിട്ടില്ല. അതാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ട് അദ്ദേഹം പറയുന്നത് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പാർട്ടിയാണ് എല്ലാത്തിനും വലുത്. കെ സുധാകരൻ ഇവിടെ ഈ MLA ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ച ഒരാളാണ്. എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ഇതിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് പോലും അതിലേക്ക് കടന്നു വരാൻ കഴിയാതെ പോയി എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അത്രയും വലിയ സീനിയർ നേതാവാണ് കെ സുധാകരൻ. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കിന് വിലയില്ല എന്നാണ്. അദ്ദേഹം അതൃപ്തി പരസ്യമാക്കി കാണിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്ത മാധ്യമങ്ങൾ. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എത്രയോ ചെറുതാണ്, പാർട്ടി എത്രയോ വലുതാണ്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം VD സതീശനെതിരെ, ഒരു VD സതീശൻ മാത്രമല്ല ഈ പാർട്ടിയിലുള്ളത്, 1000 VD സതീശന്മാർ കൊണ്ട് നിറഞ്ഞതാണ് ഈ പാർട്ടി. അത്രയും വലിയൊരു പാർട്ടിയാണ് എന്ന് ദേശീയ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെയാണ് രമേശ് ചെന്നിത്തലയും എപ്പോഴും പറയുന്നത്, അദ്ദേഹം എത്രയോ ചെറുതാണ്. AICC നിലപാടിനൊപ്പം രമേശ് ചെന്നിത്തല ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് നിന്ന് ചിരിച്ച് സന്തോഷിച്ച് സംസാരിച്ച ഒരാളാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം പറഞ്ഞ എന്താണെങ്കിലും AICC പറയുന്നു, നമ്മൾ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകരാണ്, നമ്മൾ കേൾക്കണം. ഇത് തന്നെയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരക്ഷരം മാധ്യമങ്ങളോട് മിണ്ടിയിട്ടില്ല. അദ്ദേഹം എന്താണെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇനിയും സംസാരിക്കും. രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിന്റെ രാഷ്ട്രീയ വൈഭവം ഇനിയും കേരളത്തിന് ആവശ്യമുണ്ട്. അദ്ദേഹം ഈ മന്ത്രിസഭയിലെ കൃത്യമായിട്ടൊരു താക്കോൽ സ്ഥാനം കൈയാളുന്ന ഒരാളായിട്ട് കടന്നു വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ A ഗ്രൂപ്പ് I ഗ്രൂപ്പ് 2 സംവിധാനങ്ങളാണ് ഉണ്ടായിരുന്നത്. A ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെയും I ഗ്രൂപ്പ് രമേശ് ചെന്നിത്തലയുടെയും. ഈ രമേശ് ചെന്നിത്തല കൈപിടിച്ച് വന്നിട്ടുള്ള ആളുകളാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന പല ആളുകളും. അപ്പോൾ അവർക്കൊന്നും അങ്ങനെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിനെ ഒറ്റയടിക്ക് തള്ളിക്കളയാനൊന്നും കഴിയില്ല. അപ്പോൾ എന്താണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടുന്ന കൃത്യമായ ഒരു പ്രാതിനിധ്യം ഈ പാർട്ടി കൊടുക്കുമെന്നുള്ള വിശ്വാസം കേരളത്തിലെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കുമുണ്ട്. അപ്പോ VD സതീശൻ എന്ന് പറയുന്ന നേതാവിനെ കേരളത്തിലെ മുഖ്യമന്ത്രി ആക്കുന്നതിന്റെ രാഷ്ട്രീയ സാഹചര്യം എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം എടുത്തിട്ടുള്ള ചില നിലപാടുകൾ, അദ്ദേഹത്തിന്റെ ചില സംസാര ശൈലികൾ, അതെല്ലാം ജനങ്ങളെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല 100 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ച ഒരേ ഒരാൾ VD സതീശനാണ്. ജനങ്ങൾക്ക് അത്രത്തോളം കോൺഫിഡൻസ് കൊടുത്തൊരു നേതാവാണ്. പഠനയിച്ചവൻ എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഈ ആക്യുറസി അത് നമ്മൾ കാണാതെ പോകുന്നത്. അതൊരു നേതാവിന്റെ ദീർഘവീക്ഷണമാണ്, അതൊരു ഫോർകാസ്റ്റിംഗ് ആണ്. ഇപ്പോ നമുക്കറിയാം, ഈ ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഒരു നേതാവ്, ലോക നേതാവ് പറയുന്നത് കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റൊക്കെ വന്ന് ഒരു പ്രസംഗം നടത്തുമ്പോഴത്തേക്കും അതിന് മുമ്പിട്ട് ഫോർകാസ്റ്റ് ചെയ്യും, ഇന്നതായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത്. പല ദേശീയ മാധ്യമങ്ങളും ഫോർകാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് VD സതീശൻ പറയുന്നത് ഫോർകാസ്റ്റ് പോലെയാണ്, കൃത്യമായിട്ട് നടക്കാൻ പോകുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഞങ്ങൾക്ക് ഇത്ര മുനിസിപ്പാലിറ്റികൾ കിട്ടും, ഇത്ര കോർപ്പറേഷനുകൾ ഞങ്ങൾ പിടിച്ചെടുക്കും. അത് നടന്നില്ലേ? ഒരെണ്ണം കൂടെ അധികം കിട്ടിയെന്നേ ഉള്ളൂ. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് തന്നെ 1 ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നുകൂടെ അധികമായതേ ഉള്ളൂ. അദ്ദേഹം പറയുന്നതിനപ്പുറത്തേക്ക് 100+ എന്ന് പറഞ്ഞാൽ 102 സീറ്റുകൾ കിട്ടിയാണ് UDF അധികാരത്തിൽ വന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ല. ജനവികാരം അടിത്തട്ടിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് സംവിധാനവും ഇല്ലാത്ത VD സതീശൻ എന്ന് പറയുന്ന ഒരാൾ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, അടിത്തട്ടിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു കളം ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം നയിച്ചത് കൊണ്ടാണ്, അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ടാണ്. അപ്പൊ നിലപാടുകൾ കൊണ്ട് സമ്പുഷ്ടരായിട്ടുള്ള 1000 നേതാക്കളുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്ക് ചില വിഷയങ്ങൾ അതൃപ്തി ഉണ്ടാവും, ചിലർക്ക് ചില നേതാക്കന്മാരെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. ഇതെല്ലാം വൈകാരികമാണ്. രാഷ്ട്രീയമേ എന്ന് പറയുന്നത് ഒരു വൈകാരികമായിട്ടുള്ള ഒരു കാര്യമാണ്. സംഘർഷങ്ങൾ, രാഷ്ട്രീയ സംഘർഷങ്ങൾ എന്തിനാണ്? വൈകാരികമായിട്ടാണ് ഉണ്ടാകുന്നത്. എന്റെ പാർട്ടിയെ തൊട്ടു, അതൊരു വൈകാരികമായിട്ട് നേരിടുന്ന ആളുകളാണ്. ശരിക്കും അത്തരം വൈകാരികതകൾ ഒഴിവാക്കി നിർത്തേണ്ട കാര്യങ്ങളല്ലേ? രാഷ്ട്രീയമേ എന്ന് പറയുന്നത് ഒരു വൈകാരികമാണ്. ഈ തെരഞ്ഞെടുപ്പുകൾ വൈകാരികമായിട്ട് കൊണ്ടുപോകാനാണ് പലരും ശ്രമിക്കുന്നത്. വികസനങ്ങൾക്കപ്പുറത്തേക്ക് ജനങ്ങൾ വൈകാരിക ജീവികളാണ്.
അവരെ സംബന്ധിച്ച് അവർക്ക് ദേഷ്യം കാണിക്കാനും അവരുടെ സന്തോഷം കാണിക്കാനും അവരുടെ നിലപാടുകൾ കാണിക്കാനുള്ളതാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നതും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതും. അവർക്ക് ഇഷ്ടപ്പെട്ട നേതാക്കന്മാരുണ്ടാവും. ഇപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട നേതാവായിരിക്കത്തില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. അത് ഒരു പൊതു സ്വഭാവമാണ്. നമ്മൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട പല പല നേതാക്കന്മാരുണ്ടാകും. ഈ നേതാക്കന്മാർ സമ്പുഷ്ടമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ എന്തുകൊണ്ടാണ് ദേശീയ മാധ്യമങ്ങളാണെങ്കിലും ദേശീയ രാഷ്ട്രീയമാണെങ്കിലും എപ്പോഴും നോക്കുന്നത്? കേരളത്തിലെ ഇത്രത്തോളം നിലപാടുള്ള, ഇത്രത്തോളം രാഷ്ട്രീയ വൈഭവമുള്ള നേതാക്കന്മാരുണ്ടായതുകൊണ്ടാണ്. അത് LDF-ലാണെങ്കിലും UDF-ലാണെങ്കിലും BJP-യിലാണെങ്കിലും അങ്ങനെ ഏത് പാർട്ടിയിലാണെങ്കിലും രാഷ്ട്രീയപരമായിട്ട് നിലപാടുകൾ പറയാൻ അങ്ങനെയുള്ള ആളുകളെ മാത്രമേ കേരളത്തിലെ ജനങ്ങൾ വളർത്തുകയുള്ളൂ, കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് നയിക്കുകയുള്ളൂ. അപ്പോൾ ജനങ്ങളാണ് ഇവിടെ തീരുമാനിക്കുന്നത്. കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് VD സതീശൻ എന്ന് പറയുന്ന നേതാവ് മുഖ്യമന്ത്രി ആയിട്ടുള്ളത്.